അത് ബേസിക്കലി എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് നമ്മളൊരു യെസ് ഫസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ലേറ്റർ എന്ന് പറയും. എല്ലാത്തിനും യെസ് പറയുന്നത് അത്ര നല്ലതൊന്നുമല്ല. പക്ഷെ നമുക്കൊരു ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുടെ ഒരു പ്രോബബിലിറ്റിയും അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ വരും വരായ്മകളെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു യുക്തിസഹജമായിട്ട് നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാനോ അനലൈസ് ചെയ്യാൻ പറ്റിയാൽ യെസ് പറഞ്ഞ് ഫിഗർ ഔട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഡിഫെൻസീവ് മോഡിൽ ആദ്യം തന്നെ ഇത് നടക്കുമോ, ഇത് ഭയങ്കര നെഗറ്റീവ്, അല്ലെങ്കിൽ കുറേ ടൈം എടുത്ത് ഡിസിഷൻ എടുക്കുമ്പോഴാണ് ആ സ്ലോ ഡൗൺ ആയിപ്പോവും. സോ ഇതിൻ്റെ രണ്ടിലും ഉണ്ട് ഗുണവും ദോഷവും. യെസ് ആദ്യം പറഞ്ഞ് ശീലിച്ച് തുടങ്ങിയാൽ നമുക്ക് കുറേ എപ്പോഴും ബെറ്ററായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ അതിനകത്ത് ചൂസ് ചെയ്യാന്നുള്ളത്. അത് നിങ്ങളുടെ ഒരു വൈസ് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു IQ എന്ന് പറഞ്ഞ പോലെ അതിനകത്തൊക്കെ വരും. ആ അനലൈസ് ചെയ്തിട്ട് ഓക്കെ അപ്പോൾ എല്ലാം ചിലതിപ്പോൾ ആദ്യം തന്നെ കയറി നോ പറയുന്ന കാര്യങ്ങളുണ്ട്. ചില ആൾക്കാർ ഫസ്റ്റ് കേട്ടിട്ട് ചിലപ്പോൾ നടക്കില്ല, പക്ഷെ നിങ്ങൾ ആദ്യം യെസ് പറഞ്ഞിട്ട് വേണമെങ്കിൽ നോ പറയാം, ഇല്ലേ? നിങ്ങൾക്ക് അതൊരു ആലോചിച്ചിട്ട് ആദ്യമേ കയറി ഒരു സംഭവം ചിലരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു വക്കീലായപ്പോലും ഇപ്പോൾ ഒരു കരിയറിലായാലും പെട്ടെന്ന് തന്നെ കേട്ടപാട് ഒരു പുതിയൊരു ഐഡിയ കേട്ടപാടേ അങ്ങ് നോയെ പറയും. എന്നാൽ നടക്കില്ല എന്ന് നമുക്കറിയാം, പക്ഷേ ഓക്കെ ലെറ്റ്സ് ട്രൈ, നമുക്ക് നോക്കാം എന്ന രീതിയിൽ ആ ഒരു അപ്രോച്ച് എടുക്കുമ്പോഴാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പം ഒരു ഭൂരിപക്ഷം പേരും ആദ്യം തന്നെ അല്ലെങ്കിൽ ഒരു മാറ്റം വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു കാര്യത്തിന് ഡൗട്ടോട് കൂടിയാണ് ചെയ്യുക. ആ അപ്രോച്ചിനെക്കാട്ടിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ചെയ്താലോ അല്ലെങ്കിൽ നടന്നാലോ ഇനി ഈവൻ ഫെയിലിയർ ആയാലും വി ക്യാൻ മാനേജ് ഇറ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പുതിയ ഓപ്പർച്യൂണിറ്റി. അവർക്കാണ് പുതിയ ഓപ്പർച്യൂണിറ്റികൾ എപ്പോഴും വരിക.